ഒരു സർജൻ എന്ന് പറഞ്ഞാൽ അയാൾ ബേസിക്കലി ഒരു ഡോക്ടറാണ്, ഒരു ഫിസിഷ്യനാണ്. അപ്പോൾ എല്ലാ അസുഖത്തിനും സർജറി മാത്രം ചെയ്യുന്ന ഒരാൾ എന്ന് വിചാരിക്കരുത്. ചില കണ്ടീഷൻസിന് നമുക്ക് ചിലപ്പോൾ സർജറി ആവശ്യമായിരിക്കും, അത് ഒഴിവാക്കാൻ പറ്റില്ല. ചില കാര്യത്തിൽ മരുന്നുകൾ മാത്രം മതി, ചില കാര്യത്തിൽ സർജറി വേണം, അതിനുശേഷം മരുന്ന് വേണം. ഉദാഹരണത്തിന് മുട്ടിന് തേയ്മാനത്തിന് മുട്ട് മാറ്റി വെക്കുന്നു. രോഗിക്ക് വേദന ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മുട്ട് മാറ്റി വെക്കേണ്ടത്. അല്ലാണ്ട് എക്സ്റേയിൽ തേഞ്ഞു, എല്ലിന് വളവുണ്ട്, അതുകൊണ്ട് ഓപ്പറേഷൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നേരെ മറിച്ച് മുട്ടിനകത്തെ ലിഗമെൻറ്റ് പൊട്ടുന്നു, അല്ലെ തോളിനകത്തെ ലിഗമെൻറ്റ് പൊട്ടുന്നു, അത് മുട്ട ഇടയ്ക്ക് അല്ലെ തോൾ ഇടയ്ക്കിടയ്ക്ക് തെന്നാൻ സാധ്യതയുണ്ട്. അങ്ങനെ പലവട്ടം തെന്നുമ്പോൾ അതിനകത്ത് കാർട്ടിലേജിന് ഡാമേജ് വരും, അത് ഭാവിയിൽ തേയ്മാനം ഉണ്ടാക്കാം. അങ്ങനത്തെ കണ്ടീഷനിൽ രോഗിക്ക് വേദന ഇല്ലെങ്കിലും സർജറി ചെയ്യണം. അപ്പം സർജറി വേണോ വേണ്ടിയോ എന്നുള്ളത് രോഗിയുടെ ഓരോ കണ്ടീഷനെ ആശ്രയിച്ചാണ്. അല്ലാതെ എല്ലാ കണ്ടീഷൻസിനും സർജൻ സർജറി ചെയ്യും എന്ന് വിചാരിക്കരുത്. മരുന്നും സർജറിയും ചിലപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചും ഒക്കെ വേണ്ടി വരാം.